ദില്ലി ജന്തർ മന്ദറിൽ CJPയുടെ നേതൃത്വത്തിൽ രാജ്യത്തെ യുവാക്കൾ ഒറ്റക്കെട്ടായി സമരം തുടങ്ങിയപ്പോൾ ആദ്യം കേന്ദ്ര സർക്കാർ ആളില്ലാ സമരം എന്ന് പറഞ്ഞ് കളിയാക്കി, പിന്നെ സമരം ചെയ്യുന്നവരെ പാകിസ്ഥാൻ ചാരന്മാരും രാജ്യദ്രോഹികളുമാക്കി. ദേശീയ മാധ്യമങ്ങൾ ഈ സമരക്കാരെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. പ്രധാനമന്ത്രി മോദി ഒരക്ഷരം മിണ്ടിയില്ല. BJPയും കേന്ദ്രമന്ത്രിമാരും ഈ സമരത്തെ കണ്ടില്ല എന്ന് നടിച്ചു, അവഗണിച്ച് തോൽപ്പിക്കാൻ നോക്കി. CJP നടത്തിയ പാർലമെന്റ് മാർച്ചിൽ പങ്കെടുത്ത യുവാക്കളെ ദില്ലി പോലീസും കേന്ദ്രസേനയും ഗുണ്ടകളും ചേർന്ന് തല്ലി തോൽപ്പിക്കാൻ നോക്കി. വിദ്യാർത്ഥികൾക്ക് നേരെ കണ്ണീർ വാതകവും ഇരുമ്പാണി വെച്ചുള്ള ലാത്തിയടിയും പെല്ലറ്റ് ആക്രമണവും നടത്തി. വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിയുടെ വീടിന് മുന്നിൽ പ്രതിഷേധിച്ച രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കളെ തെരുവിൽ വലിച്ചിടച്ച് കസ്റ്റഡിയിലെടുത്തു. ജന്തർ മന്ദറിലേക്ക് യുവാക്കൾ എത്താതിരിക്കാൻ മെട്രോ സ്റ്റേഷനുകളെല്ലാം അടച്ചു, ചുറ്റും ഇന്റർനെറ്റ് കട്ടാക്കി. ജന്തർ മന്ദറിലേക്കുള്ള ഫുഡ് ഡെലിവറിയും ഓൺലൈൻ ടാക്സി സേവനങ്ങളും തടഞ്ഞു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കില്ല എന്ന് BJP തീരുമാനിച്ചു. മന്ത്രിസഭയിൽ വകുപ്പ് മാറ്റിക്കൊടുത്ത് സംരക്ഷിക്കാൻ ശ്രമിച്ചു. കഴിഞ്ഞ 35 ദിവസം ഈ തിരിച്ചടികളെല്ലാം നേരിട്ട് ഇന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ രാജ്യത്തെ യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും നമ്മുടെ ഭരണഘടനയുടെയും വിജയമാണ്. ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് ജെൻസി യൂത്ത് ആൻഡ് സ്റ്റുഡൻസ് ഇൻ ഇന്ത്യ എന്ന് മാത്രമേ രാജ്യം ഭരിക്കുന്നവരോട് നമുക്ക് പറയാനുള്ളൂ. ഇതൊരു തുടക്കം മാത്രമാവട്ടെ. യഥാർത്ഥ കളികൾ ഇന്ത്യ ഇനി കാണാനിരിക്കുന്നതേയുള്ളൂ.